ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക് ആദ്യം പോകുന്നു. കോഴിക്കോട് നടക്കുന്ന SFI ദേശീയ സമ്മേളനത്തിന്റെ റാലിക്കായി വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയെന്ന് പരാതി. പഠിപ്പ് മുടക്കി സമരമെന്ന് പറഞ്ഞാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ സമ്മേളനത്തിന് കൊണ്ടുപോയത്. 7 SFI പ്രവർത്തകരെത്തി പഠിപ്പ് മുടക്കി സമരമുണ്ടെന്ന് കാണിച്ച നോട്ടീസ് നൽകിയാണ് കുട്ടികളെ കൊണ്ടുപോയതെന്ന് പ്രിൻസിപ്പൽ T. സുനിൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇത് 7ഓളം SFI പ്രവർത്തകരിന്ന് സ്കൂളിൽ വന്നിരുന്നു. അപ്പോൾ സ്കൂളിൽ വന്നു, ഒരു നോട്ടീസ് തന്നു. നോട്ടീസ് വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്താ കാര്യമെന്ന്. അപ്പോൾ നോട്ടീസ് പറയുന്നുണ്ട് ഇന്നവരുടെ അഖിലേന്ത്യാ സമ്മേളനവും ഒരു റാലിയും ടൗണിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കി ഞങ്ങൾ സംരംഭം വിജയിപ്പിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് തന്നു. നോട്ടീസ് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈസ്കൂളിൽ നമ്മൾ വിട്ടത്. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം മുഹമ്മദ്, പഠിപ്പ് മുടക്കിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് SFIയുടെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഈ വിദ്യാർത്ഥികളെ കൊണ്ടുപോയത്. SFIയുടെ ഭാഗത്ത് നിന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം തയ്യാറാൻ അവർ തയ്യാറായിട്ടുണ്ടോ? അത് ഈ SFIയുടെ അഖിലേന്ത്യാ സമിതി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതു സമ്മേളനം ഇന്ന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയാണ് SFI പ്രവർത്തകരായിട്ടുള്ള 7 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിലെത്തി അവിടെ നിന്ന് വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുപോയി എന്നുള്ളത് പറയുന്നത്. ഇത് പഠിപ്പ് മുടക്കി സമരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുപോയതെന്നാണ് പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം. കൂടാതെ പഠിപ്പ് മുടക്കി സമരവുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് കൂടി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുപോയത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പ് മുടക്കി സമരമുണ്ട് എന്നുള്ള കാര്യം നേരത്തെ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് സാധാരണ വിദ്യാർത്ഥി സംഘടനകൾ പഠിപ്പ് മുടക്കി സമരം പ്രഖ്യാപിക്കുകയാണെങ്കിൽ മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും ഏത് കാരണത്താലാണ് പഠിപ്പ് മുടക്കി സമരം എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വിശദീകരണം നൽകിയ ശേഷമായിരിക്കും ഒരു വിദ്യാർത്ഥി പഠിപ്പ് മുടക്കിലേക്ക് കടക്കുക. സാധാരണ സ്കൂളുകളെ ഒന്നും തന്നെ വിദ്യാഭ്യാസ പണിമുടക്ക് ബാധിക്കാറുമില്ല. ആ രീതിയിൽ ഒരു പഠിപ്പ് മുടക്കി സമരം എന്തിന്റെ പേരിലാണ് എന്നുള്ളത് കൂടി വ്യക്തമല്ല. അങ്ങനെയാണ് ഇന്ന് രാവിലെ 7ഓളം SFI പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിലെത്തി വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുപോയി എന്നുള്ളത് പ്രിൻസിപ്പൽ പറയുന്നത്. കൂടാതെ ഇന്നലെ തന്നെ ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ തന്നെയുള്ള ഗ്രൂപ്പിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില മെസ്സേജുകളും വന്നിട്ടുണ്ടായിരുന്നു. ഇത് പറയുന്നത് ഒരു വിദ്യാർത്ഥി സംഘടന സ്കൂളുകൾ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തതായി അറിയാൻ കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ സ്കൂൾ വിടേണ്ടി വരും. അതുകൊണ്ട് 10:30 കഴിഞ്ഞതിന് ശേഷം സ്കൂൾ വിടുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ വിദ്യാർത്ഥികളും ഓട്ടോ ഡ്രൈവർമാരും തിരിച്ചു പോകാവൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഏതോ ഒരു വിദ്യാർത്ഥി സംഘടന എന്തോ ഒരു കാര്യത്തിനു വേണ്ടി പഠിപ്പ് മുടക്കി സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് കൃത്യമായി പറയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് SFIയുടെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ പഠിപ്പ് മുടക്കി സമരമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇറക്കിക്കൊണ്ടുപോയി എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജി, കോഴിക്കോട് നടക്കുന്ന SFI ദേശീയ സമ്മേളനത്തിന്റെ റാലിക്കായാണ് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത് എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പഠിപ്പ് മുടക്കി സമരമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി ക്യാമ്പസിൽ നിന്നും വിദ്യാർത്ഥികളെ കൊണ്ടുപോയത്. വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകുകയായിരുന്നു സലാം മുഹമ്മദ്.